എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റായ സമവാക്യ പരിഹാരം, അതായത് സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് എന്ന പാഠഭാഗത്തിലെ പേജ് 85-ലെ 1ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യം വായിക്കാം. ഒരു കയറിൽ നിന്ന് അതിൻ്റെ 1/3 ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ മിച്ചമുള്ള ഭാഗത്തിൻ്റെ നീളം 10 മീറ്റർ. കയറിന് എന്ത് നീളമുണ്ടായിരുന്നു? ഇതാണ് ചോദ്യം. കയറിൽ നിന്ന് അതിൻ്റെ 1/3 ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ മിച്ചമുള്ള ഭാഗത്തിൻ്റെ നീളം, ബാക്കി ഭാഗം 10 മീറ്റർ. കയറിന് എന്ത് നീളം ഉണ്ടായിരുന്നു? അപ്പം എന്താണ്, ഒരു കയറിൽ നിന്ന് 1/3 ഭാഗം ഉണ്ടേ, ഇത്രയും നീളം ഞാൻ മുറിച്ചെടുത്തു. 1/3 ഭാഗം മുറിച്ച് മാറ്റി. ബാക്കി ഇത്രയും ഭാഗം എത്ര? മിച്ചമുള്ള ഭാഗത്തിൻ്റെ നീളം 10 മീറ്റർ. മിച്ചമുള്ള ഭാഗത്തിൻ്റെ നീളം 10 മീറ്റർ. അപ്പോൾ 1/3 ഭാഗം ഞാൻ മുറിച്ച് മാറ്റി. ബാക്കി ഭാഗത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 10 മീറ്റർ. അപ്പോൾ കയറിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കയറിൻ്റെ മൂന്നിലൊരു ഭാഗം മുറിച്ചതിന് ശേഷമുള്ള ഭാഗം എത്ര? 3/3 അല്ലേ? കയറ് 3/3, അതായത് 1 നിന്ന് 3/1 കുറയ്ക്കുമ്പോൾ എത്ര വരും? 3/1 2. 2/3. 3/2 ഭാഗം ബാക്കിയുണ്ട്. 3/2 ഭാഗം ബാക്കിയുണ്ട്. ബാക്കിയുള്ള ഭാഗം 3/2 ഭാഗം. ഈ 3/2 ഭാഗം എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. 3/2 ഭാഗം ബാക്കിയുള്ള ഭാഗത്തിൻ്റെ നീളം 10 മീറ്റർ. അപ്പം 3/2 ഭാഗം 10 മീറ്റർ ആണെങ്കിൽ കാറിൻ്റെ നീളം എന്ത് ചെയ്യണം? 10നെ 3/2 കൊണ്ട് ഭാഗിക്കണം. അപ്പം മൊത്തം നീളം 10 ഭാഗം 3/2. 10 ഗുണം 3/2. 2 10 5 പ്രാവശ്യം ആയി 3 15. അപ്പോൾ മൊത്തം നീളം എത്രയായിരുന്നു? 15 മീറ്റർ. കയറിൻ്റെ നീളം 15 മീറ്റർ. അപ്പോൾ 15 മീറ്റർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 5 മീറ്റർ മാറ്റിയപ്പോൾ ബാക്കി 10 മീറ്റർ. അപ്പം എന്താണ്? ഇപ്പം 5 മീറ്റർ 5 മീറ്റർ 5 മീറ്റർ ഉണ്ടോ? അപ്പം ബാക്കി ഭാഗം 10. 5 5 10. ഇപ്പം മുറിച്ച് മാറ്റിയത് 1/3 ഭാഗം എന്ന് പറയുന്നത് 5 മീറ്റർ. എന്താണ്? കയറിൻ്റെ 1/3 ഭാഗം മുറിച്ച് മാറ്റി. അതെത്ര? 5 മീറ്റർ. ബാക്കി ഭാഗത്തിൻ്റെയാണ് അവർ തന്നിരുന്നത്. ബാക്കി ഭാഗം 10 മീറ്റർ. അപ്പോൾ ഓരോ 1/3 ഭാഗവും എത്ര? 5 5 വീതമാണ്. എത്ര? 5 5 5 5 10 5 15. അപ്പോൾ കയറിൻ്റെ മൊത്തം നീളം എത്രയായിരുന്നു? 15 മീറ്റർ. ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ കഴിയും. ഈ 85-ലെ 2ാമത്തെ ചോദ്യം. ഒരു പാത്രത്തിലുള്ള പാലിൻ്റെ പകുതിയും മിച്ചമുള്ളതിൻ്റെ 1/3 ഭാഗവും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ 5 ലിറ്റർ മിച്ചമുണ്ട്. പാത്രത്തിൽ ആകെ എത്ര ലിറ്റർ പാൽ ഉണ്ടായിരുന്നു? ഈ കണക്ക് ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എളുപ്പം. ഒരു പാത്രം വരയ്ക്കുകയാണ്. ഒരു ചിത്രം കൂടെ ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവും. ഒരു പാത്രത്തിൽ
പാലിൻ്റെ പകുതി. അപ്പോൾ ഈ പാത്രത്തിൽ മൊത്തം എക്സ് ലിറ്റർ പാലുണ്ടെന്ന് കരുതുക. എക്സ് ലിറ്റർ, അതായത് മുകളിൽ തൊട്ട് താഴെ വരെ എക്സ് ലിറ്റർ പാലുണ്ടെന്ന് കരുതുക. എക്സ് ലിറ്റർ പാൽ. അപ്പോൾ പാലിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം ഉപയോഗിച്ചു. അപ്പം എക്സിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ x/2 ഉപയോഗിച്ചു. ഉപയോഗിച്ചു. പാലിൻ്റെ പകുതിയും മിച്ചമുള്ളതിൻ്റെ 1/3. ഇതാണ് മിച്ചമുള്ളത് അല്ലേ? ഇത് ഇത്രയും മിച്ചമുണ്ട്. അതിനെ 1/3 ഭാഗമാക്കുന്നത്. 3ആയിട്ട് ഭാഗിക്കും. 1, 2, 3. അപ്പോൾ ഈ 3ആയിട്ട് ഭാഗിച്ചപ്പോൾ ഓരോ ഭാഗവും എത്ര? 1/3. അതിൽ ഒരു ഭാഗവും കൂടെ ഉപയോഗിച്ചു. മിച്ചമുള്ളതിൻ്റെ 1/3 ഭാഗം. 3ആയിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗം കൂടി ഉപയോഗിച്ചപ്പോൾ ബാക്കി ഈ 2 ഭാഗം കൂടെ എത്രയുണ്ട്? 5 ലിറ്റർ ബാക്കിയുണ്ട്. ഈ 2 ഭാഗം കൂടെ 5 ലിറ്ററാണ് ബാക്കിയുള്ളത്. അപ്പം മൊത്തം പാത്രത്തിൽ എത്ര പാലുണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം ആദ്യം x/2, അതിൻ്റെ 1/3 ഭാഗം. x/2ൻ്റെ 1/3 ഭാഗം എന്ന് പറയുമ്പോൾ എത്ര വരും? 3, 6, x/6. അപ്പം x/2 ഉപയോഗിച്ചു, അതിൻ്റെ കൂടെ x/6 ഉപയോഗിച്ചു, അതിൻ്റെ ശേഷം 5 ലിറ്റർ പാല് ബാക്കിയുണ്ട്. വേണ്ട 5 ലിറ്റർ പാല് ബാക്കിയുണ്ട്. അപ്പം പാത്രത്തിലുള്ള ആകെ പാല് പാത്രത്തിലുള്ള പാലിൻ്റെ അളവ് എക്സ് ലിറ്റർ എന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ പകുതി അപ്പോൾ എക്സ് ലിറ്ററിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു അര. അപ്പം x/2 ലിറ്റർ ഉപയോഗിച്ചു. ഇതാണ് x/2 ലിറ്റർ ഉപയോഗിച്ചു. x/2 ലിറ്റർ. പിന്നെന്താ പറയുന്നത്? ബാക്കിയുള്ള മിച്ചമുള്ളത് എത്ര? മൊത്തം എക്സ് പകുതി പറയുമ്പോൾ x/2, മിച്ചമുള്ളതും x/2. മിച്ചമുള്ളത് x/2 ലിറ്റർ. ഇതിൻ്റെ 1/3. x/2 ലിറ്ററിൻ്റെ 1/3 സമം x/2 ഇൻറ്റു 1/3 x/6 ലിറ്റർ. അപ്പം x/2 ലിറ്റർ ഉപയോഗിച്ചു, x/6 ലിറ്ററും ഉപയോഗിച്ചു. ഇനി ബാക്കിയുള്ളത് ഇത്രയും ഭാഗം, ഈ 1/3 2 ഭാഗമുണ്ട്. അതെന്ന് പറയുന്നത് എത്രയാ? 5 ലിറ്റർ. ബാക്കിയുള്ളത് 5 ലിറ്റർ. അങ്ങനെയെങ്കിൽ പാത്രത്തിൽ എത്ര ലിറ്റർ പാൽ ഉണ്ടായിരുന്നു? അപ്പോൾ ഇത് നമുക്ക് ഒരു സമവാക്യമായിട്ട് എഴുതാം. അപ്പോൾ x/2 ബാക്കി ഉണ്ടാകുന്നുണ്ട. ഇത് x/2, മുകളിലുള്ളത് x/2. ഈ x/2 നിന്ന് എത്ര ഉപയോഗിച്ചു? x/6 ഉപയോഗിച്ചു. x/2 നിന്ന് x/6 ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളതെന്ന് പറയുന്നത് 5 ലിറ്റർ. അതായത് ഈ 2 ഭാഗങ്ങൾ 3/1 അങ്ങനെ 2 ഭാഗങ്ങളും കൂടി ചേരുന്നത് 5 ലിറ്റർ. നോക്കേ, നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഡിനോമിനേറ്റർ 1 ആക്കാം. അല്ലെങ്കിൽ 2ൻ്റെയും 6ൻ്റെയും തുല്യമാക്കാം. 2നെ നമുക്ക് 6 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 3 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ?
അപ്പോൾ മുകളിലും താഴെയും 3 കൊണ്ട് ഗുണിക്കുക. 3 മൈനസ് x/6 സമം 5. ഇപ്പോൾ ഇപ്പുറത്തോട്ട് ചെയ്യാം. 3x by 6 മൈനസ് x/6 സമം 5. 6 കുറച്ചുകൂടെ 3x മൈനസ് x സമം 5. 3x മൈനസ് x 2x ബൈ 6 സമം 2x/6 സമം 5. 2x/6 സമം 5. അപ്പോൾ x കണ്ടുപിടിച്ചൂടെ? x സമം 5/2/6. 5നെ 2/6 കൊണ്ട് ഹരിക്കണം. തലയിരിച്ചിട്ട് ഗുണിക്കുക. 6 മേളിൽ പോവും, 2 താഴെ വരും. ഇവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാമായിരുന്നു. 3 പ്രാവശ്യം I3 15. അപ്പോൾ മൊത്തം എത്ര ലിറ്റർ പാലുണ്ടായിരുന്നു? 15 ലിറ്റർ. മൊത്തം ഉള്ള പാലിൻ്റെ അളവ് 15 ലിറ്റർ. മൊത്തം പാലിൻ്റെ അളവ് സമം 15 ലിറ്റർ. മൊത്തം 15 ലിറ്റർ. മനസ്സിലായോ? ബീജഗണിതം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇനി അങ്ങോട്ട് ചെയ്യുന്ന എല്ലാ കണക്കുകളും ബീജഗണിതം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചോദ്യങ്ങളെല്ലാം അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷനുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.